ഞങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും ഒക്കെ പിന്നിൽ സത്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ അക്ഷീണമായ ഒരു ജോലിയും പരിശ്രമവും ഒക്കെ തന്നെ. ശരിക്കും സാധാരണ കൂലിപ്പണിക്കാരായിരുന്നു അച്ഛനും അമ്മയ്ക്കത്. അമ്മയുടെ അല്ല അച്ഛൻ്റെയോ ദിവസ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പുസ്തകം വായിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പാഠപുസ്തകങ്ങൾ തന്നെ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളായിരുന്നു അന്ന് വാങ്ങിയത്. ഈ വർഷം 5ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു പോയ കുട്ടികളുടെ പുസ്തകം രണ്ടാമത് 5ലേക്ക് വരുമ്പോൾ അങ്ങനെയായിരുന്നു നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതും പകുതി പൈസക്കൊക്കെ വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പം അതില്ല. തന്നെ പഠിപ്പിച്ച് അധ്യാപകനാക്കിയ അമ്മയുടെ ഓർമ്മയ്ക്കായി എന്തു ചെയ്യണമെന്ന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല KV ശശിമാഷിന്. നാടിന് അക്ഷര വെളിച്ചം പകരാൻ പ്രിയപ്പെട്ട അമ്മ ദേവകിയുടെ ഓർമ്മയ്ക്കായി ഒരു വായനപ്പുര. അതാണീ എഴുത്തും വായനയും. റിട്ടയർ ആയതിനു ശേഷം എൻ്റെ കയ്യിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ധാരാളം പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതുവരെ കളക്ട് ചെയ്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റു പല സാംസ്കാരിക പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന പുസ്തകങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ ഷെയർ എന്നുള്ള ഈ ഒരു സ്ഥലം നമുക്ക് 10 സെൻറ്റ് സ്ഥലം നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിരുന്നു ഞങ്ങളൊക്കെ കുടുംബമായിട്ട് താമസിച്ചിരുന്ന വീട് ഇവിടെ തന്നെയായിരുന്നു. അമ്മയുടെയൊക്കെ ഒരു സ്മാരകം എന്നുള്ളതിലേക്ക് എങ്ങനെ മാറ്റാമെന്നുള്ള ചിന്തയുടെയൊക്കെ ഫലമായിട്ടാണ് ഒരു ലൈബ്രറി തുടങ്ങാമെന്ന് ആലോചിച്ചത്. കുടുംബ ക്ഷേത്രം എന്നൊക്കെയുള്ള നേരത്തെയുള്ള കൺസെപ്റ്റ് ഒന്ന് മാറി കുടുംബ ലൈബ്രറി ആയാലും എന്താണെന്നുള്ള ആലോചന. അത് പുതിയ ആൾക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് വലിയ ഗുണം ചെയ്യുമല്ലോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരു പുസ്തകത്തിന് വേണ്ടി വലിയ കഷ്ടപ്പെട്ട് അവർ കിട്ടാൻ വേണ്ടി വല്ലാണ്ട് പരിശ്രമിച്ചിരുന്നു. പുസ്തകം കിട്ടാത്തത് കൊണ്ട് തന്നെ പരീക്ഷയിൽ പല വട്ടത്തിൽ പിന്നോക്കം വന്ന അവസ്ഥയും നമുക്കുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം വരണ്ട എന്നുള്ളതുകൊണ്ട് ഒരു ലൈബ്രറി, അത് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വേറിട്ടൊരു ലൈബ്രറി എന്നുള്ള ചിന്തയായിരുന്നു വന്നത്. അക്ഷരങ്ങളാൽ അമ്മയ്ക്ക് വേണ്ടി സ്മാരകം ഒരുക്കണമെന്ന ആഗ്രഹത്തിനൊപ്പം ഭാര്യ റിട്ടയർഡ് അധ്യാപിക VR ശൈലജയും മക്കളും ചേർന്നു നിന്നു. 2022 ഇതിൻ്റെ ഉദ്ഘാടനം. 3 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മൈപ്പത്തുള്ള പഠിക്കുന്ന കുട്ടികളും റിസർച്ച് ചെയ്യുന്ന കുട്ടികളും അല്ലാതെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വന്ന് പുസ്തകം എടുക്കാറുണ്ട്. 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ വായനപ്പുര ഒരുക്കിയത്. 2000-ലധികം പുസ്തകങ്ങളും ഇവിടെയുണ്ട്. ഇവിടുന്ന് വായിക്കാൻ തന്നെ ഒരു ഇഷ്ടമാണ്. അത്രയ്ക്കും നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഒരു പണം മുടക്കിയിട്ടുള്ള പരിപാടികൾ, ഒരു മെമ്പർഷിപ്പ് പോലും മാഷ് അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. പുസ്തകം വായിക്കുക, അത് തിരിച്ചു കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പുതിയ കാലത്ത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാഷ് ഇത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളെപ്പോലെയുള്ള പ്രാദേശികമായ വിദ്യാലയങ്ങൾക്ക് ഇത്തരം ലൈബ്രറികൾ ഏറ്റവും ഉപകാരപ്രദമാണെന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അക്ഷരങ്ങളാണ് സമൂഹത്തിനുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ശശിമാഷ്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, പുസ്തകം എന്തായാലും പറ്റാവുന്നവർ പുസ്തകം വില കൊടുത്ത് വാങ്ങി സൂക്ഷിച്ച് അത് ലെൻഡ് ചെയ്യാൻ കഴിയണം. അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയണം. ജോം TK-ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.